ഏവർക്കും ഹയർ ലേണിംഗ് സാത്തിയിലേക്ക് സ്വാഗതം. ബേസിക് കമ്പ്യൂട്ടിംഗ് കൺസെപ്റ്റ്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ പഠിക്കുന്നത്. അതിൽ നമ്മൾ എന്തൊക്കെ ടോപ്പിക്സ് ആണ് കംപ്ലീറ്റ് ചെയ്യുന്നത്? മാഗ്നറ്റിക് ഡിസ്ക്, മാഗ്നറ്റിക് ടേപ്പ്, അതർ ടൈപ്സ് ഓഫ് സ്റ്റോറേജ് ഡിവൈസസ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ പഠിക്കുന്നത്. അത് മാഗ്നറ്റിക് ഡിസ്കിൽ പറയുന്നത് ദ വിൻചെസ്റ്റർ ഡിസ്ക് ഇസ് ഫെയർലി ന്യൂ ഡിവൈസ് വിച്ച് ഇസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ ലേറ്റ് 70s. അതായത് 1970s ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു ഡിസ്കാണ് വിൻചെസ്റ്റർ ഡിസ്ക്. അത് ശരിക്കും എന്താണ്? ഇറ്റ് മേ ബി റിഫേർഡ് ടു ആസ് ഹാർഡ് ഡിസ്ക് ഓർ എ ഫിക്സഡ് ഡിസ്ക്. അതിന് മറ്റൊരു പേരാണ് ഹാർഡ് ഡിസ്ക് അല്ലെങ്കിൽ ഫിക്സഡ് ഡിസ്ക്. ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ ഓർ എക്സ്ചേഞ്ചബിൾ ആൻഡ് കനോട്ട് ബി റിമൂവ്ഡ് ഫ്രം ദ ഡിസ്ക് ഡ്രൈവ് ക്യാബിനറ്റ്. അത് നമുക്ക് എടുത്തുകൊണ്ട് നടക്കാൻ പറ്റുന്നതല്ല. പിന്നെ വന്നതാണ് ഡിസ്കറ്റ്സ് ഓർ ഫ്ലോപ്പി ഡിസ്ക് ആർ മെയ്ഡ് ഫ്രം ഫ്ലെക്സിബിൾ പ്ലാസ്റ്റിക് coated with magnetic iron oxide and are either 5/4 or 8 inch in diameter. പിന്നെ വന്ന ഡിസ്കിന്റെ പേരാണ് ഫ്ലോപ്പി ഡിസ്ക്. അതെന്താണ്? ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പ്ലാസ്റ്റിക് കോട്ടഡ് വിത്ത് മാഗ്നറ്റിക് അയൺ ഓക്സൈഡ്. പിന്നെ അതിന്റെ സൈസ് എത്രയാണ്? 5/4 or 8 inches in diameter. പിന്നെ ഫ്ലോപ്പി ഡിസ്ക് are protected by a square cardboard cover and they are easy to load and to carry around. Disk of this kind are often used with microcomputers and word processors. പണ്ട് കാലങ്ങളിൽ ആ ഒരു 5/4 കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ഫ്ലോപ്പി ഡിസ്ക് ഇറങ്ങി അല്ലേ? അത് നമ്മൾ PC മൈക്രോ കമ്പ്യൂട്ടേഴ്സിലാണ് കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്നത്. പിന്നെ വന്ന ഇതാണ് മാഗ്നറ്റിക് ടേപ്പ്. ആ കാലങ്ങളിൽ തന്നെ magnetic tape consists of thin plastic tape coated with a layer of magnetizable iron oxide. മാഗ്നറ്റൈസബിൾ അയൺ ഓക്സൈഡിന്റെ ലെയർ ആയിട്ട് കോട്ടഡ് ആണെന്ന് പറയുന്നു. ദേ വാരി ഇൻ സൈസ് ഫ്രം ക്വാർട്ടർ വിഡ്ത്ത് ഓഫ് ദ കാസറ്റ് ടേപ്പ് ടു ദ വിഡ്ത്ത് ഓഫ് റീൽ ടു റീൽ ഓർ ഇൻഡസ്ട്രി കമ്പാറ്റബിൾ ടേപ്പ് വിച്ച് ഇസ് ടിപ്പിക്കലി 2400 ഫീറ്റ് ഇൻ ലെങ്ത്. ആ ഒരു ടേപ്പിന് 2400 ഫീറ്റ് ഇൻ ലെങ്ത് ഉണ്ട്. Tapes as wide as 3 inches are used in some mass storage devices. പിന്നെ the amount of data on the tape is indicated by the density expressed as the number of bits per inch (BPI), which varies from a few hundreds on cassette tapes to several thousands on larger tapes. Usually, the data is stored on 9 tracks across the width of the tape, 8 tracks for the 8-bit byte and 1 the parity track for checking purposes. 9 ട്രാക്സ് ഉണ്ട് ടോട്ടൽ. പക്ഷെ അതിൽ 8 ട്രാക്സ് 8-bit ബൈറ്റിന് വേണ്ടി, ഒരു ട്രാക്ക് എന്തിനാണ്? പാരിറ്റി ട്രാക്ക് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. അത് ചെക്കിംഗ് പർപ്പസിന് ചെക്ക് ബിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ഡാറ്റ ട്രാൻസ്ഫർ റേറ്റ്സ് വാരി ഫ്രം ഹൺഡ്രഡ്സ് ഓഫ് ക്യാരക്ടേഴ്സ് പെർ സെക്കൻഡ് on cassette tapes to hundreds of thousands of characters per second on other tapes. Magnetic tape unit for reel-to-reel tape is similar to an ordinary tape recorder with read, write and erase heads, a feed reel and a take up reel. കണ്ടോ? ഇതാണ് മാഗ്നറ്റിക് ടേപ്പ് റീൽ എന്ന് പറയുന്നത്. But below the reels it also has two vacuum chambers in which the tape hangs in loops so as to ensure that no undue strain to put on the tape when it is started and stopped at a very high speed which can exceed to 100 inches per second. കണ്ടോ? ഇവിടെ ഡയഗ്രാം തന്നിട്ടുണ്ട്. വാക്വം ചേംബർ ആണിത്. പിന്നെ റീഡ് റൈറ്റ് ഹെഡ് കവർ ആണിത്. അതേപോലെ ബ്രേക്ക് റിലീസ് ബട്ടൺ സ്പൂളാണിത്. പിന്നെ അതേപോലെ ഡാറ്റ സ്പൂള്, മാഗ്നറ്റിക് ടേപ്പ്. ക്ലിയർ അല്ലേ? പിന്നെ to allow for starting and stopping the data on the tape is separated into units divided by gaps. The units are called blocks and the spaces between them are interblock gaps. ഓരോരോ ബ്ലോക്കാണ്. ആ രണ്ട് ബ്ലോക്ക് തമ്മിലുള്ള സ്പേസിനെ നമ്മൾ എന്ത് പറയുന്നു? ഇന്റർബ്ലോക്ക് ഗ്യാപ്സ് എന്ന് പറയുന്നു. To prevent unwanted overwriting, a write protection ring can be fitted to the tape reel. ഈ ടേപ്പ് റീലിൻ്റെ അടുത്ത് റൈറ്റ് പ്രൊട്ടക്ഷൻ റിംഗ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടി? ടു പ്രിവെന്റ് അൺവാണ്ടഡ് ഓവർ റൈറ്റിംഗ്. അതർ ടൈപ്സ് ഓഫ് സ്റ്റോറേജ് ഡിവൈസസ്. അത് കൂടാതെ മാഗ്നറ്റിക് ടേപ്പും കൂടാതെ ഇറങ്ങിയതാണ് മാഗ്നറ്റിക് ഡ്രംസ്.
can store large amounts of data. അത് ആ കാലങ്ങളിൽ മാഗ്നറ്റിക് ഡ്രംസ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന് ലാർജ് amounts of data സ്റ്റോർ ചെയ്യാനുള്ള കഴിവുണ്ടായിരുന്നു. The cylindrical surface of the drum has a set of tracks, each with read-write heads. These storage devices are fast but expensive. The storage capacity is large, but the unit is very slow because a mechanical arm must move to the appropriate cell and withdraw the cartridge, and then the tape must be read. It takes several seconds to recover the data. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു.